Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Vein Miracles. This program is brought to you by Global Laboratories and Testing LLC Oman. എൻ്റെ അമ്മയുള്ള കാലം എനിക്ക് മരിക്കാൻ പേടിയാണ്, അമ്മയുടെ കാലം കഴിഞ്ഞാൽ ജീവിക്കാനും. ഫോക്കസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആയുർമന ആയുരാരോഗ്യ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ആയുർമന ആയുർവേദ പഞ്ചകർമ്മ സെന്ററിന്റെ ട്രീറ്റ്മെന്റ് റൂമും ഒപ്പം തന്നെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കംപ്ലീറ്റ് സെഗ്മെന്റ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. നമസ്കാരം ഡോക്ടർ, വെൽക്കം ടു. കഴിഞ്ഞൊരു എപ്പിസോഡ് നമ്മൾ കുറച്ച് ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് റൂം പരിചയപ്പെടണം, ഒപ്പം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതികൾ, മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. മെയിനായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് റൂം യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പറയുന്ന പോലെ എണ്ണക്കിഴി, ധാര, ഒപ്പം സ്റ്റീം ബാത്ത് അങ്ങനെയുള്ളതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എൻക്വയറീസ് കൂടുതൽ ഇവിടെ വരുന്നുണ്ടോ? കാരണം നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ നാട്ടിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുക, ഡോക്ടർ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, പോയി ചെയ്യുക എന്നുള്ളൊരു രീതിയായിരുന്നു ആൾക്കാർക്കുണ്ട്. പലർക്കും അറിയില്ല നാട്ടിൽ കിട്ടുന്ന പല ട്രീറ്റ്മെന്റും ഇവിടെ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ എല്ലാ, അതായത് ആയുർവേദ ട്രീറ്റ്മെന്റ്സിൽ ഇപ്പം മെയിനായിട്ട് നമുക്ക് റിലാക്സേഷൻ പർപ്പസിലും വരാറുണ്ട്, അല്ല തെറാപ്യൂട്ടിക് പർപ്പസിലും നമ്മൾ ചെയ്യാറുണ്ട്. റിലാക്സേഷനിലും വരുന്നത് കൂടുതലായിട്ട് നമ്മൾ മസാജും കിഴിയും, ചെറിയ ബോഡി ഏക്കൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വരാറുണ്ട്. അവർക്ക് നമ്മൾ കിഴി കൂടെ ചേർന്നിട്ടുള്ള മസാജുകളാണ് കൊടുക്കാറ്. അതല്ലാതെ ട്രീറ്റ്മെൻറ്റ് പർപ്പസ് ആണെങ്കിൽ നമ്മളതിന് കിഴി ഇപ്പം കണ്ടീഷൻ അനുസരിച്ചിട്ട് ഏത് മെത്തഡാണ് വേണമെന്നുള്ളതനുസരിച്ചിട്ടുള്ള ആണ് നമ്മൾ കിഴിയോ അല്ലെങ്കിൽ മസാജോ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ കൺസൾട്ടേഷൻ കാര്യങ്ങളും എടുത്തിട്ട് മാത്രമല്ല ഏത് രീതിയിൽ വേണമെന്നുള്ളത്? അതെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ്സിന് സജസ്റ്റ് ചെയ്യുക. കൺസൾട്ടേഷൻ ഇല്ലാണ്ട് കുറേ പാക്കേജസ് ഇതിലുണ്ട്. അങ്ങനെ വിളിച്ച് വരുന്നവർക്കാണെങ്കിലും കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. അതെ, നമ്മൾ ഇപ്പോൾ ഒരു റിലാക്സേഷൻ പർപ്പസിന് വരുന്നവരാണെങ്കിൽ കൂടെ നമ്മൾ ഒരു കൺസൾട്ടേഷൻ, ഒരു ബ്രീഫ് കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സർവീസ് കൊടുക്കാറുള്ളൂ. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, പലരും ഒരു റിലാക്സേഷൻ പർപ്പസിന് വരുമ്പോൾ അവരുടെ ഇഷ്യൂസ് എല്ലാം പറഞ്ഞോണമെന്നില്ല. അപ്പോൾ നമ്മളൊരു ബ്രീഫ് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ പോലും ആ ടൈമിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രീറ്റ്മെന്റ് റൂമിൽ പേഷ്യൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഏത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അഭ്യംഗം, അതായത് മസാജും കിഴിയുമുള്ള ട്രീറ്റ്മെന്റ്, അതിൻ്റെ കൂടെ സ്റ്റീം ബാത്തും ഉണ്ടാവും. ആ ട്രീറ്റ്മെന്റ് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇന്നിവിടെ ചെയ്യുന്നത് അഭ്യംഗം ട്രീറ്റ്മെന്റ് ആണ്. അഭ്യംഗം എന്ന് പറഞ്ഞാൽ മസാജ് ആണ് മെയിൻലി. അതിൽ നമ്മൾ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലും ഈ ബോഡി പെയിൻ അല്ലെങ്കിൽ റിലാക്സേഷൻ പർപ്പസിനും ചെയ്യാറുണ്ട്, നമ്മൾ തെറാപ്യൂട്ടിക് പർപ്പസിനും ചെയ്യാറുണ്ട്. ബോഡി പെയിൻ, അതായത് സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ ബോഡി പെയിൻ അസോസിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ, നമ്മളിപ്പോൾ ഒരു സ്ട്രെസ്സ് കൂടുതലുള്ള കണ്ടീഷൻസ്, ഇതിലെല്ലാം നമ്മൾ അഭ്യംഗം ചെയ്യാറുണ്ട്. അത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ബോഡി സ്ട്രെസ്സ്, മസിൽ സ്ട്രെസ്സ് കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് അഭ്യംഗം. സ്ലീപ്പ് ഇമ്പ്രൂവ് ആകും, അങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കിഴി ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് നമ്മൾ ബോഡി പെയിന്, അതായത് മസിൽ അല്ലെങ്കിൽ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പെയിന് അതൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കണ്ടീഷനിലാണ് നമ്മൾ കിഴി ചെയ്യാറ്. അത് പലതരം കിഴികളുണ്ട്. ഇലക്കിഴിയുണ്ട്, പൊടിക്കിഴിയുണ്ട്, ഞവരക്കിഴിയുണ്ട്. ഓരോന്നും ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. സാധാരണഗതിയിൽ നമ്മൾ വേദനയും നീരും ഒക്കെ ചേർന്ന് വരുന്ന കണ്ടീഷനിൽ പൊടിക്കിഴിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും ചെയ്യുക കൂടുതലും. നമ്മളിപ്പോൾ ഒത്തിരി ആയുർവേദിക് സെൻറ്റേഴ്സ് നമ്മുടെ യുഎയിലുണ്ടെങ്കിലും ആയുർമന ആയുർവേദിക് പഞ്ചകർമ്മ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താണ്, അവരുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാമോ? നമ്മളിവിടെ പ്രീമിയം ഫെസിലിറ്റീസ് അഫോർഡബിൾ പ്രൈസിൽ, അതായത് എല്ലാ കസ്റ്റമേഴ്സിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. നോർമലായിട്ടുള്ള ആളുകളുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഡിറ്റർമിൻ ആയിട്ടുള്ള ആളുകളുടെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ടോ അല്ലെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും
തീർച്ചയായിട്ടും പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റൂംസും വാഷ്റൂം എല്ലാം അവൈലബിൾ ആണ്. അതെ. അതേപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസിൽ പോലുള്ള അസുഖങ്ങളിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ UAE 3 ബ്രാഞ്ചസ് ആണ് ഉള്ളത്, ദുബായിൽ, അജ്മാൻ, ഷാർജ. സോ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഒരേ സമയം എത്ര പേഷ്യൻസിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ അജ്മാനിൽ നമുക്ക് 12 ട്രീറ്റ്മെൻറ്റ് റൂംസ് ആണുള്ളത്. 12 പേഷ്യൻസിനെ ഒരേ ടൈമിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഷാർജയിൽ നമുക്ക് 7 ട്രീറ്റ്മെൻറ്റ് റൂംസ് ആണ്. അതേപോലെ ദുബായിൽ 10 ട്രീറ്റ്മെൻറ്റ് റൂംസ് ഉണ്ട്. അതെ. നമ്മൾ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടർ. നാട്ടിലെ പോലെ തന്നെ എല്ലാ ചികിത്സാ രീതികളും അല്ലെങ്കിൽ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഇനി ഒത്തിരി കസ്റ്റമേഴ്സ് വരട്ടെ. പുതിയ ബ്രാഞ്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പുതിയ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു. ആയുർമന ആയുർവേദ പഞ്ചകർമ്മ സെന്ററിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഗുഡ് ഈവനിങ്. ഞാൻ അജീഷ് കെ എ. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വിലയേറിയ പ്രോപ്പർട്ടിയാണ് ലണ്ടൻ പ്രോപ്പർട്ടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് രംഗത്താണ് മലയാളി ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമാകുന്നത്. അതെ, UK പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വെൽബോൺ പ്രോപ്പർട്ടീസിനെയും അതിൻ്റെ ഉടമയായ പ്രണവിനെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രോ, നമസ്കാരം. ഇവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ്. അതെ, ഇത് റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് താമസിക്കാനല്ല, നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുൾ വർക്ക് ചെയ്യാൻ എടുത്തതാ. അപ്പോൾ കാണിച്ചു തരാം. ഇത് ആക്ച്വലി നമ്മളെ ബിസിനസ്സാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി ഭയങ്കര റൺ ഡൗൺ ആയ പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്താണ്. ഇപ്പോൾ ഫുള്ളി A to Z റീഫർബ് ചെയ്യുക, മാർക്കറ്റിലിടുക, സെൽ ഔട്ട് ചെയ്യുക. അതാണ് ബിസിനസ്. ഇതൊരു വ്യത്യസ്തമായ ബിസിനസ് ആണല്ലോ. മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലാതെ നമ്മൾ റീഫർബ് ചെയ്ത് സെല്ലിങ്ങും ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ A to Z റീഫർബിഷ്മെന്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രോപ്പർട്ടി മേടിച്ച് A to Z ചേഞ്ച് ചെയ്ത് പുതിയൊരു പ്രോപ്പർട്ടി സെൽ ചെയ്യും. ഇത് ബാക്ക് ടു സ്കിൻ ആക്കി, ബാക്ക് ടു സ്റ്റോൺ ആക്കി, എന്നിട്ട് ഫുള്ള് നമ്മൾ ചെയ്തു. ഇവിടെ ഓരോ വർക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിൻഡോസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നലെ യെസ്റ്റർഡേ ഇൻസ്റ്റാൾ ചെയ്താണ് ഈ സാധനങ്ങളൊക്കെ. ഇങ്ങനെ ഓരോന്നായിട്ട് ഇനി സ്കിമ്മിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സ്റ്റെപ്സ് എല്ലാം മാറ്റി ഫുള്ളി ലക്ഷറിയസ് ആക്കിയിട്ട് കൊടുക്കും. വീട് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വീട് മാത്രമാണ്. പ്ലസ് ഇനി ലാൻഡ് ഡെവലപ്മെൻറ്റിലേക്കും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് ബൈ സ്റ്റേജ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതൊരു ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ നമ്മളെ ആൾക്കാർ കുറേയൊക്കെ ഇതിലേക്ക് വരുന്ന ഒരു ആവശ്യം ഉള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. പ്ലസ് ഇവിടെ കുറേ വീടുകൾ, നല്ല വീടുകൾ കിട്ടാനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്.
കുറേ പഴയ വീടായിരിക്കും, അല്ലെങ്കിൽ ന്യൂ ബിൽഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലുള്ളൊരു പ്രോപ്പർട്ടി എടുത്ത് നമ്മൾ റെനോവേറ്റ് ചെയ്ത് കൊടുക്കുന്ന എപ്പോഴും എടുക്കുന്ന ആൾക്കാർക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഇപ്പം എന്താ, ഒരു ബിസിനസ് സാധ്യതയുള്ള. അതെ അതെ, ബിസിനസ് സാധ്യത ഉണ്ട്. ഒരുപാട് ഡെവലപ്മെന്റിന് ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. അല്ലെ, ലണ്ടൻ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഡിമാൻഡ് പ്രോപ്പർട്ടീസ് ആണ്. അതിലിപ്പോ നമ്മൾ ഇറങ്ങിയാൽ കട കയറോ എന്നുള്ളതായിരിക്കും എല്ലാവരും ചോദിക്കുക. എങ്ങനെയാ നമുക്കൊരു നമ്മുടെ ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇപ്പൊ മാനേജ്മെന്റോ റിനോവേഷനോ ആ രീതിയിലൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? ഇവിടെ അതിനൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസാണ്. റെനോവേഷൻ, മാനേജ്മെന്റ്, അതേപോലെ റീഫർബിഷ്മെന്റ്, ഇതിനൊക്കെ നല്ല ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ. ഇങ്ങനെ അതിൽ നമ്മൾ ഇറങ്ങിയാൽ എല്ലാത്തിനും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് 3rd ഇയർ ആണ്. ഫസ്റ്റ് ഇയർ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരുന്നില്ല, ലോസിലായിരുന്നു, സ്വാഭാവികം. അത് വെച്ച് നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് പറ്റിയിരുന്നു. ഇതിപ്പോൾ 2nd ഇയറിൻ്റെ അക്കൗണ്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 3rd ഇയർ ഓഫ് റണ്ണിങ് ബിസിനസ് ആണത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വീട് ഇതിപ്പോൾ നമ്മൾ സ്വന്തമായി വാങ്ങിയതാണ് കമ്പനി. ഇനിയിപ്പോൾ ഇത് റെനോവേറ്റ് ചെയ്തത് സെല് ചെയ്യുക, പിന്നെ പ്ലസ് ഞാൻ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ബ്ലോക്സും. പ്രോപ്പർട്ടി അതായത് ഇങ്ങനത്തെ ഒരു ന്യൂ ബിൽഡൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒബ്വിയസ്ലി അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാനില്ല, കാരണം പുതിയ കൺസ്ട്രക്ഷൻ ആണല്ലോ. പക്ഷേ ഇങ്ങനത്തെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ ടൈറ്റിൽ കറക്റ്റ് ആണോ, അതേപോലെ പ്രോപ്പർട്ടി എന്തെങ്കിലും സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഓരോ പ്രോപ്പർട്ടി ഓരോ പോലെയല്ലേ. അപ്പം നമുക്കും എങ്ങനെ ഓരോന്ന് കാണുമ്പോഴേ നമുക്കത് പറഞ്ഞു തരാനും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് അങ്ങനെ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഫുൾ വിൻഡോ റീപ്ലേസ്മെൻറ്റ് ചെയ്യാണ്. ഈ കംപ്ലീറ്റ് വീടിൻ്റെ ഫുൾ വിൻഡോ റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വന്നിട്ട് ഫുള്ളി അത് ഇൻസ്റ്റാൾ ചെയ്യും നമ്മളെ ആളാണ്. അപ്പോൾ A to Z റീഫർബ്, പിന്നെ ഫ്ലോറ് തൊട്ട് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യും. ഇത് നമ്മളിപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഫുള്ള് ഭയങ്കര റബ്ബിഷായിരുന്നു ഇവിടെ മൊത്തം. ഇപ്പോൾ നമ്മളെ ടീം മെമ്പറാണത്. പുള്ളിക്കാരനെല്ലാം വൃത്തിയാക്കി ഫുൾ നീറ്റാക്കിയിട്ട്, ചിലത് നമ്മൾ കത്തിക്കാനൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്ക്രാപ്പൊക്കെ നമ്മൾ ചെയ്യാണ്. അതെ, ഇത് വീട് മാത്രമല്ലല്ലോ, നിങ്ങൾ എന്തിപ്പോ ഓഫീസ് സ്പേസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഷോപ്പ് ആണെങ്കിലോ എല്ലാം ഷോപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വീട് റെനോവേഷനും വീടിന്റെ ന്യൂ ബിൽഡ് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട് കൂടുതൽ പേര് UAE ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താണ്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് ആക്ച്വലി ഇവിടെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫസ്റ്റും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് UK-ലെ. ഇവിടെ പ്രോപ്പർട്ടി ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അനാലിസിസ് പ്രകാരം എവറി 7 to 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ പ്രോപ്പർട്ടി പ്രൈസ് ഡബിൾ ആവുമെന്നാണ് ഒബ്വിയസ്ലി ഇവിടെ പറഞ്ഞു വരുന്നത്. അത് ശരിയാണ്. അതിന് നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഹൈക്ക്. പക്ഷെ ഒബ്വിയസ്ലി അതേപോലെ തന്നെ പ്രോപ്പർട്ടി പ്രൈസ് ഡൗൺ ആവുന്ന ഏരിയാസും ഉണ്ട്. ഇപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു പ്രോപ്പർട്ടി സ്ട്രീറ്റിൽ 10% ഡൗൺ ആയിട്ടുണ്ട് അവിടെ. അങ്ങനെ അപ്പോൾ ഇതേപോലെ അത് നമ്മൾ നോക്കിയെടുക്കുന്ന പോലെയാണ് ആ ഏരിയ എങ്ങനെയുണ്ട്, സ്കൂൾസ് എന്തെങ്കിലും ഉണ്ടോ, അല്ല ഹോസ്പിറ്റൽസ് ഉണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതെ, അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ പുതിയൊരു സ്റ്റാർട്ടപ്പായിട്ട് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. എസ്റ്റേറ്റ് ഉൾപ്പെടെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളൊരു ഗൈഡ് ലൈൻ ആയിരിക്കുമെന്ന് അങ്ങനെ പറയാം. പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. അതെ അതെ, അത്രേ ഉള്ളൂ. ഇത് ഫുൾ വർക്ക് കഴിഞ്ഞ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ എന്തെങ്കിലും വന്നാൽ കാണാമല്ലോ. അങ്ങനെയുണ്ട്. അതെ, ആയിരിക്കും, തീർച്ചയായിട്ടും. ശരി, ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് കണ്ടത് UK-യിൽ പ്രോപ്പർട്ടി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രണവിനെയും വെൽബോൺ പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമാണ്. വ്യത്യസ്തമായ ബിസിനസ്സുകളെയും ബിസിനസ്സുകാരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ ഫ്രം അജീഷ്. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. നമ്മൾക്കിവിടെ ഒരു അല്പം വലിയ ഷോറൂമാണ്, ഒരുപാട് കളക്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഒന്ന് ബ്രീഫായിട്ട് വേഗം ഒന്ന് കാണാം. ഇതാ
ഫസ്റ്റ് തന്നെ നെക്ലേസസ് കണ്ടോ, ഒരുപാട് ഡയമണ്ട് പാറ്റേണിലെല്ലാം വരുന്ന നെക്ലേസസ്, മൾട്ടി കളർ സ്റ്റോണിൽ ചെട്ടിനാട് കളക്ഷൻസ്, ഹാരം, ഇളക്കത്താലി തൊട്ടതാ, പഴയ ഇളക്കത്താലി, മുസ്ലിം പാറ്റേണിലുള്ള റോഡിയം വർക്ക് ചെയ്തിട്ടുള്ള നെക്ലേസുകൾ, പിന്നെതാ അടുത്തത് കണ്ടോ ചെയിൻസ്, എല്ലാവിധ താലിമാലകളും. താലിമാല മാത്രമല്ല, ജെൻസിനുള്ള ചെയിൻ, യൂത്തിനുള്ള ചെയിനുകൾ, കുട്ടികൾക്കുള്ള ചെയിനുകൾ, പാദസരങ്ങൾ എല്ലാം വരുന്നുണ്ട്. പിന്നെതാ നമ്മൾ ബാംഗിൾസ് വരുന്നുണ്ട്. ബാംഗിൾസ് എന്ന് പറയുമ്പോൾ സ്റ്റോൺ ബാംഗിൾസ്, പേൾ വെച്ചിട്ടുള്ള ബാംഗിൾസ്, ഇനി ഗോൾഡൻ ടൈപ്പിലുള്ള ബാംഗിൾസ്, ബ്രേസ്ലെറ്റ് ബാംഗിൾസ് കണ്ടോ, സ്റ്റോൺ ചെയിനുകൾ, ഒരുപാട് കളക്ഷൻ സ്റ്റോൺ ചെയിനുകൾ, രുദ്രാക്ഷം അല്ലെങ്കിൽ കരിമണി മാലകൾ, അങ്ങനെ തൊട്ടുള്ള എല്ലാ കളക്ഷൻസും. അത് നൂലിൽ സ്ട്രിങ് ചെയ്തതുകൊണ്ട്, നമ്മൾ കെട്ടി ചെയ്യുന്നതുകൊണ്ട്, തുളസി മാലകൾ, പിന്നെന്താ പറയുക, ഒരുപാട് നെക്ലേസുകൾ നമ്മൾക്ക് ഇവിടെ വന്ന് ബ്രീഫായിട്ടെല്ലാം കാണാം കണ്ടോ. ഇനി കമ്മലുകൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള മുട്ട് കമ്മൽ തൊട്ട് മൂക്കുത്തി തൊട്ട് സെക്കൻഡ് സ്റ്റഡ് തൊട്ട് ഇതാ ഹാങ്ങിങ് ഉള്ളവ, കുട്ടി ജിംകാസ്, ചെറിയ സ്റ്റഡുകൾ, അമ്മമാർക്കുള്ള കമ്മലുകൾ, പാർട്ടി വെയർ ആയിട്ടുള്ള കമ്മലുകൾ, സ്റ്റോണിൻ്റെയും ഗോൾഡനും, പിന്നെ അതാ ജുംകാസ്, ഒരുപാട് കളക്ഷൻ ജിംകാസ്, നമ്മളുടെ ഇത് കണ്ടോ ഹാങ്ങിങ് ആയിട്ടുള്ള വലിയ പാർട്ടി വെയർ സ്റ്റഡുകൾ. പിന്നെന്താ പറയുക, നെക്ലേസിൻ്റെ കളക്ഷൻ തീർന്നിട്ടില്ല കേട്ടോ. ഇതാ നോക്കിക്കേ, ഒരുപാട് ചെട്ടിനാട് കളക്ഷനിലും കോറൽ എല്ലാം വെച്ചിട്ടുള്ളതും അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള പാലക്ക നെക്ലേസുകൾ, അങ്ങനെയുള്ള കളക്ഷൻസ്. ഇനി ഇത് മാത്രമല്ല, നമ്മളുടെ പെൻഡൻറ്റുകൾ ഇതാ പാലക്കയിലും സ്റ്റോണിലും, ചെറിയ കുട്ടികൾക്ക് പറ്റിയ ചെറിയ ഹാർട്ട് ഷേപ്പിലുള്ള പെൻഡൻറ്റ് തൊട്ട് കമ്പിക്കുരിശ്, താലികൾ തൊട്ടുള്ള എല്ലാം ഇതാ അല്പം വലിയ നെക്ലേസുകളും കണ്ടല്ലോ അല്ലേ. ചെട്ടിനാട് കളക്ഷനിലും കാശുമാല, ട്രഡീഷണൽ കാശുമാല തൊട്ട് ഹാരം, അങ്ങനെയുള്ള മാറ്റ് ഫിനിഷിലും സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരുപാട് നെക്ലേസ് കളക്ഷൻസ് തീർന്നിട്ടില്ല. സർട്ടിഫൈഡ് ക്യൂബിക് സിർക്കോണിയയിൽ തീർത്തിട്ടുള്ള ഒരുപാട് പ്രീമിയം നെക്ലേസ് കളക്ഷൻസ്. പിന്നെതാ സിമ്പിളായിട്ടുള്ള വൈറ്റ് സ്റ്റോണിലും പിന്നെന്താ പറയുക, അങ്ങനെ പല ടോണിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റോൺ നെക്ലേസുകൾ. അങ്ങനെ അതിൻ്റെ ഒരു പരമ്പര തന്നെയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ദാ അവിടം വരെ ഉണ്ട്. ഇനി നമ്മൾക്ക് റിങ്സ്, നവരത്നം തൊട്ട് ചെറിയ ഇപ്പോൾ യൂത്തിനൊക്കെ പറ്റിയ, കോളേജ് യൂസിന് പറ്റിയ പൊടി കല്ലിൽ ചെയ്ത, ഒറ്റ സിമ്പിളായിട്ടുള്ള കല്ലിൽ ചെയ്ത മോതിരങ്ങൾ തൊട്ട് നവരത്ന മോതിരങ്ങൾ വരെ ഉള്ള ഹെവി പാറ്റേണുകളും, ഇനി വിവാഹ മോതിരങ്ങളും, അങ്ങനെയുള്ള എല്ലാം ഇവിടെ അവൈലബിളാണ്. ഇനി ഇതിനൊപ്പം ഒരല്പം സ്പെഷ്യൽ ഇതാ ഇവിടെ നമുക്ക് പാലക്കയുടെ ശേഖരങ്ങൾ കാണാം. ബ്രേസ്ലെറ്റ്സ് ഒരുപാട് ഇതാ വാച്ച് മോഡലിലും രുദ്രാക്ഷത്തിലും എല്ലാം ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ്സ്, ലേഡീസിന് പറ്റിയ ബ്രേസ്ലെറ്റ്സ്. പിന്നെന്താ പറയുക, ഇനി നമ്മൾക്കിതാ ഇവിടെ നമ്മളുടെ പേൾ, കോറൽ, ടെർക്കോയിസ്, സാൻഡ്സ്റ്റോൺ, ഗാർനെറ്റ് തുടങ്ങിയ മുത്തുകളിൽ ചെയ്ത കോർത്ത മാലകളുണ്ട്, കെട്ടിയ മാലകളുണ്ട്, അങ്ങനെ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എറണാകുളം പത്മ ജംഗ്ഷനിലെ ഷോറൂമിലെ ഐഡൽ കളക്ഷൻസും കണ്ടില്ലേ. ഇതെല്ലാം നേരിട്ട് കാണാനും ഫീൽ ചെയ്യാനും ടച്ച് ചെയ്ത് ഇതിൻ്റെ ഫിനിഷ്, ക്വാളിറ്റി എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ഓടിപ്പോരെ നമ്മളുടെ പത്മ ജംഗ്ഷനിലെ ഷോറൂമിലേക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. Happy Land Amusement Park, Thiruvananthapuram. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് ന്യൂ ഇയർ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം.
ഹായ്, എങ്ങനെയുണ്ട് നമ്മുടെ ഇമ്പീരിയൽ ക്രൂയിസിന്റെ എക്സ്പീരിയൻസ്? അടിപൊളി. എവിടെന്നാ വരുന്നത് നിങ്ങൾ? കാലിക്കറ്റ്. സർ, എന്താ പേരെന്താ? എൻ്റെ പേര് കുഞ്ഞുമൊയ്തീൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ വ്യവസായിയാണ്. അപ്പോൾ ഒരു വ്യവസായ എക്സ്പോ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതോടനുബന്ധിച്ച് വന്നിട്ട് ഈ ഒരു പരിപാടിയും കൂടി ക്ലബ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് വന്നതാണല്ലേ? ഫുൾ ഫാമിലി ആണല്ലേ ഇത്? ഓക്കെ. മാം എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇയർ. പേരെന്താ? യേന. ഓക്കെ. മോളു എന്ത് ചെയ്യാ? ഞാൻ 9th പഠിക്കാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മുമ്പ് പോയിട്ടുണ്ടോ? ഇതിലാദ്യമായിട്ടാണല്ലേ? അപ്പോ ഇവിടേക്ക് വരണമെന്ന് പ്ലാൻ ചെയ്ത് തന്നെ വന്നതാണല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് സോഫാർ? ഞങ്ങൾ എപ്പോഴും 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. അതേമാതിരി നമ്മളെ ഇവിടെ ഹൈക്കോർട്ടിൽ നിന്ന് നമ്മൾ ബോട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ മറ്റേ മറൈൻ ഡ്രൈവിലേക്ക്, അവിടെയൊക്കെ പോയിരുന്നു. മറൈൻ ഡ്രൈവ് ടു നമ്മളെ ഫോർട്ട് കൊച്ചി അത് പോയിരുന്നു ഒരു 2 വീക്സ് ബിഫോർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എൻ്റർടൈൻമെൻ്റാണ് ഈ ക്രൂസ് യാത്ര ആൻഡ് ബോട്ട് യാത്ര. അതെപ്പോൾ വന്നാലും ഇവിടെ മിസ് ചെയ്യാണ്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലേ? ഓ, ശരി ശരി ശരി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ ബാൻഡ് തുടങ്ങിയിട്ടുണ്ട്, മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് അല്ലേ? ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ? പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഹാപ്പി ലാൻഡ് കേട്ടിട്ടുണ്ടോ? ഹാപ്പി ലാൻഡ്, ദാറ്റ്സ് എൻ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അവിടെ നമുക്ക് ഒത്തിരി ലാൻഡ് റൈഡ്സും ഉണ്ട്, വാട്ടർ റൈഡ്സും എല്ലാം ഉള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണത്. നമുക്കിവിടെ രാവിലെ ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ എത്തിയാൽ വൈകിട്ട് 5 o'clock വരെ ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വെമ്പായത്തിനടുത്തുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ പോകാൻ താല്പര്യമുണ്ടോ? ഓക്കെ. എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ ഇത് ഹാപ്പി ലാൻഡിൻ്റെ പാസ്സാണ്, ഹാപ്പി ലാൻഡിൻ്റെ എൻട്രി ടിക്കറ്റ്സ് ആണത്. അപ്പം ഷുവറായിട്ട് യു ഷുഡ് ബി കമ്മിങ്. ഓക്കെ. ഇനി നമുക്കൊരു കൊച്ചു ചോദ്യം ചോദിച്ചാലോ? ചുമ്മാതല്ല ഇത് തന്നത്. ഓക്കെ, ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഓക്കെ. ഇതിപ്പോൾ നല്ല മഴ പെയ്യാൻ പോവാണെന്ന് തോന്നല്ലേ? ഓക്കെ. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ നമുക്ക് താഴേക്കല്ല വരാൻ. അപ്പോൾ മുകളിലേക്ക് പോകണ എന്താ? ഭയങ്കര ടെക്നിക്കലായിട്ടല്ല, നമ്മളത് കുസൃതി ചോദ്യമാണ് ചോദിക്കണം. അപ്പോൾ ടെക്നിക്കലായിട്ട് ചിന്തിക്കാനേ പാടില്ല. നമ്മൾ ഈ ലെവലിലേക്ക് വരണം. എക്സാക്ട്ലി, ഈ ലെവലിലേക്ക് വരണം. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളിലെല്ലാം അങ്ങനെ താഴെ വരും. ആ സമയത്ത് മുകളിലേക്ക് പോകുന്ന ഒരേ സാധനമാണ്. എന്താണത്? നമ്മൾ പറ. മഴ വരുമ്പോൾ എന്ത് ചെയ്യും? എക്സാക്ട്ലി, കൊട. കൊടയാണല്ലോ നമ്മൾ തുറന്ന് മുകളിലേക്കല്ലേ വരണേ. ഓക്കെ, അത്രേ ഉള്ളൂ. കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇമ്പീരിയൽ ക്രൂയിസിൽ ഒരു ഫാമിലിയാണിത്. കോഴിക്കോട് നിന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവർ വളരെ വെൽ ഹെഡായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ ക്രൂയിസും കൂടി എൻജോയ് ചെയ്യാനുള്ള രീതിയിലാണ് ഇവരോട് വന്നിരിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഇവിടുത്തെ യാത്രയും വിശേഷങ്ങളൊക്കെ. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി സെഗ്മെൻറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒത്തിരി വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ? ഇനി ആർക്കൊക്കെ ഹാപ്പി ആയിരിക്കണോ, ഒട്ടും സംശയിക്കാതെ തന്നെ തിരുവനന്തപുരത്ത് വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് വാട്ടർ തീം പാർക്കിലേക്ക് വരിക. ഹാപ്പി ആയിട്ടിരിക്കുക. ഹാവ് ലോട്ട്സ് ഓഫ് ഫൺ ഹിയർ. ബൈ. ദിസ് ഈസ് സുകന്യ ടോക്കിംഗ് ടു യു. ബൈ. ഇന്നത്തെ ഫോക്കസിൻ്റെ എപ്പിസോഡ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. സൈനിങ് ഓഫ് ഫ്രം മഞ്ജു ശ്രീകണ്ഠൻ. ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Vein Miracles. This program is brought to you by Global Laboratories and Testing LLC Oman.